മോഹൻലാലിന്റെ തുടക്കം, വിസ്മയ മോഹൻലാലിന്റെ തുടക്കം സിനിമ കണ്ടിട്ട് തന്നെയാണ്. വനിതാ തിയേറ്ററിലാണ് ഞാൻ പോയത്. ഞാൻ രാവിലെ 9:30 ഷോ, ഫസ്റ്റ് ഷോ 9:30 9:30 അവിടെ ചെല്ലുമ്പോൾ ആരും ഇല്ല തിയേറ്ററിൽ. സത്യം പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായി. സത്യം പറഞ്ഞാൽ മഴയൊക്കെ ആയതുകൊണ്ടാണ് ആളുകളൊക്കെ വന്നിട്ടുണ്ടായില്ല. പടം ഹൗസ്ഫുള്ളും അല്ലായിരുന്നു. പക്ഷെ പടം നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല. പടം ഗംഭീര സിനിമയാണ്. മോഹൻലാലിന്റെ മോളും ആന്റണി പെരുമ്പാവൂരും ഈ ആ ഒരു ഫാമിലി മൊത്തത്തിൽ പടം തൂക്കി എന്നുള്ളതാണ്. ചൂട് ആന്റണിയുടെ ഡയറക്ഷനും സൂപ്പറായിട്ടുണ്ട്. നമ്മൾ മോഹൻലാലിന്റെ മോളെ ഈ കുറേ സോഷ്യൽ മീഡിയയിലും കുറേ ഇതിലൊക്കെ ഇന്റർവ്യൂവിലൊക്കെ കാണിച്ചെന്താണ്, മോഹൻലാലിന്റെ മോളാണോ കുട്ടി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ഭയങ്കര രൂക്ഷമായിട്ട് അവരെ മോശമായിട്ടൊക്കെ രീതിയിൽ പല ആൾക്കാർ സംസാരിക്കണൊക്കെ കേട്ടു. പക്ഷെ ഒരു മോഹൻലാലിന്റെ മോളെന്ന ഇത് മാറ്റി നിർത്തി നിങ്ങൾ ഈ സിനിമ ഒന്ന് കണ്ടു നോക്കണം. മീനു എന്ന കഥാപാത്രത്തെ മോഹൻലാലിന്റെ മോള് ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ആദ്യമായിട്ടൊരാൾ അഭിനയിക്കുമ്പോൾ എത്രയൊക്കെ പറ്റുള്ളൂ, അത് ആരഭിനയിച്ചാലും നമുക്ക് എത്രയൊക്കെ പറ്റുള്ളൂ. പക്ഷെ ആ റോള് നന്നായിട്ട് ആ കുട്ടി ചെയ്തിട്ടുണ്ട്. ആ കുട്ടീനെ അത് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ മോഹൻലാല് ഒരു 10 മിനിറ്റ് സിനിമയിലുള്ളൂ. പക്ഷെ ആള് വരുമ്പോഴുള്ള ഓറ, തിയേറ്ററിൽ കിട്ടുന്ന ആ ഓറ, അത് ഭയങ്കരമാണ്, ഗംഭീരമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇൻട്രോ. പിന്നെ പുള്ളിക്ക് ഒരുപാട് മാസ് കൊടുത്തിട്ടില്ല. കാര്യം ഒരുപാട് മാസ് കൊടുക്കേണ്ട സീൻസൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും മോഹൻലാലിന് നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ല മാസം കൊടുത്ത് കുറച്ചുകൂടെ ഭയങ്കര ആക്കായിരുന്നു. പക്ഷെ ആ സിനിമയ്ക്ക് മൊത്തത്തിൽ അത് അതിൻ്റെ ആവശ്യമില്ല. അതിനാവശ്യമായ ഘടകങ്ങളാണ് ആ സിനിമയിൽ സംവിധാനം ചേർത്തിട്ടുള്ളൂ. മോഹൻലാലിന്റെ മോളും പടം തൂക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ എടുത്തു പറയേണ്ടത് വില്ലൻ വേഷം ചെയ്ത ആന്റണി പെരുമ്പാവൂരിന്റെ മോനാണ്. അങ്ങേരെ ചിലപ്പോൾ തമിഴ് പടത്തിൽ ചില നടന്മാരെയൊക്കെ ഓർമ്മ വരും. ചില സ്കെൽറ്റായിട്ടുള്ള ചില അടിപൊളി വില്ലന്മാരൊക്കെ നമ്മൾ തമിഴ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതേപോലെ ഇരിപ്പുണ്ട് ചില സീനുകളിലൊക്കെ. ഗംഭീരമായിട്ടുണ്ട് ആള്. പിന്നെ പുതുമുഖ നടനൊക്കെ ആകുമ്പോൾ കുറച്ച് പോരായികളൊക്കെ വരും. പക്ഷെ ആള് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള സിനിമയിലൊക്കെ ആള് ഗംഭീരാക്കാനാണ് സാധ്യത. അതിനുള്ള പണിയൊക്കെ ആള് ചെയ്തു വച്ചിട്ടുണ്ട്. പടം എന്തായാലും കൊള്ളാം. ഞാൻ പടം ഫസ്റ്റ് ഡേ കാണണമെന്ന് വിചാരിച്ചത് നല്ലൊരു സിനിമയാവുന്ന എനിക്ക് നല്ലൊരു സിനിമയാവുന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം എന്തായാലും തെറ്റിയില്ല. മോഹൻലാലിന്റെ മോളും നല്ല പെർഫോം ചെയ്യുന്ന എനിക്കൊരു വിശ്വാസമുണ്ട്. അതും തെറ്റിയില്ല. ഈ ലൂസിഫർ സിനിമയിൽ മോഹൻലാല് വില്ലനെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് കാല് പൊക്കി അടിക്കുന്ന ഒരു സീനുണ്ട്. അതുപോലത്തെ ഒരു സീൻ ഈ സിനിമയിൽ ഇന്റർവെല്ലിന് ശേഷം വിസ്മയ മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. തിയേറ്റർ കുലുങ്ങിയുണ്ട്. ഗംഭീര സീൻ, ഒന്നും പറയാനില്ല. അതുകൊണ്ട് നിങ്ങൾ സിനിമ തീർച്ചയായിട്ടും കാണണം. ഗംഭീര സിനിമയാണ്, ഒന്നും പറയാനില്ല. പിന്നെ കുറെ ആൾക്കാർ നെഗറ്റീവൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നെഗറ്റീവ് പറയാനുള്ള അത്ര വലിയ ഗംഭീര സിനിമയൊന്നുമല്ല, സിമ്പിൾ സിനിമയാണ്. നമുക്ക് ഫാമിലിക്ക്, ഏറ്റവും കൂടുതൽ ഫാമിലി ഓഡിയൻസിനും പിന്നെ കോളേജ് വിദ്യാർത്ഥികൾക്കും അങ്ങനെയുള്ള ഗേൾസിനൊക്കെ പറ്റിയ സിനിമയാണ്. പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. ഒരുപാട് ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ പറയുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ ആണെങ്കിലും നമ്മുടെ സഹോദരിമാരെ ആണെങ്കിലും ചെറുപ്പത്തിൽ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവരെ പഠിപ്പിച്ചിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതൊക്കെ നല്ലൊരു മെസ്സേജാണ് സമൂഹത്തിന്. എന്തൊക്കെ പറഞ്ഞാലും പടം ഹിറ്റാണ്. പടം ഫാമിലി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. പടം ഹിറ്റാണ്. പെൺപിള്ളേരൊക്കെ ഇടിച്ചേറും. പെൺപിള്ളേർക്കൊക്കെ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്ന പടമാണ്. ഗേൾസിനൊക്കെ, നമ്മൾ ബോയ്സിനാണെങ്കിലും ഇഷ്ടപ്പെടും. എന്തൊക്കെയായാലും നല്ലൊരു സിനിമ സമ്മാനിച്ച ചൂട് ആന്റണിക്കും ആന്റണി പെരുമ്പാവൂരിനും മോഹൻലാലിന്റെ മകൾക്കും എൻ്റെ ടീമിന് എല്ലാവർക്കും ഒരു അഭിനന്ദനങ്ങൾ. നല്ല സിനിമ ഇനിയുണ്ടാവട്ടെ. ഇതുപോലെയുള്ള സിനിമകൾ കൊച്ചു സിനിമയാണെങ്കിലും ആ സിനിമ എടുത്തു വെച്ചാണ് കുറച്ച് രീതികളുണ്ട്. അത് നന്നായിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ജേക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും മറ്റേ
ജൂഡ് ആൻ്റണിയുടെ ഡയറക്ഷൻ ആണെങ്കിലും അതിൽ അഭിനയിച്ച ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാം കൊണ്ടും നല്ല ക്വാളിറ്റി ഉണ്ട് സിനിമയ്ക്ക്. ഒരു സിനിമ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ജൂഡ് ആൻ്റണിക്ക് അറിയാം. ഇപ്പോൾ 2012 പോലത്തെ സിനിമ ടെക്നിക്കലി ആണ് ഹിറ്റായെങ്കിൽ ഇത് മറ്റേ അഭിനയത്തിലും മറ്റു കാര്യങ്ങളിലും ഭയങ്കരമായിട്ട് പ്രതിഫലിച്ചിട്ടുണ്ട്. നല്ല ഹിറ്റാണ് എന്തായാലും സിനിമ, ഹിറ്റാവട്ടെ. അപ്പോൾ വിമർശിച്ചവർക്കൊക്കെ ഒരു മറുപടിയാണ്. മോഹൻലാലിൻ്റെ മകളെ വിമർശിച്ചവർക്കൊക്കെ മോഹൻലാലിൻ്റെ മകള് സിനിമയിലൂടെ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ വിമർശിച്ചവരൊക്കെ ഈ സിനിമ കാണണം, അവരുടെ പെർഫോമൻസ് കാണണം. വിമർശിക്കാൻ പലവർക്കും പറ്റും, പക്ഷേ അത് യാഥാർത്ഥ്യമാക്കി ആ സിനിമ ഹിറ്റാക്കി പ്രേക്ഷകരെ കൊണ്ട് കൈയടിപ്പിക്കാൻ ആ കുട്ടിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ പിന്നിൽ പ്രവർത്തിച്ച സിനിമാക്കാരുടെയും വിജയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഫാമിലി അടക്കം ഈ സിനിമ കാണണം. നല്ലൊരു സിനിമയാണ്. ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇത് മറ്റ് പ്രിന്റുകൾ വെച്ച് പുറത്ത് വ്യാജ പ്രിന്റുകളൊന്നും കാണുന്നത്. ഇത് നമ്മൾ നല്ല സൗണ്ടുള്ള നല്ല തിയേറ്ററിൽ തന്നെ പോയി കാണണം. നമുക്ക് കണക്റ്റിംഗ് ആവുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ കുട്ടികളുടെ ആണെങ്കിലും ഫാമിലിക്കാണെങ്കിലും ഇതിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. കുറച്ച് മെസ്സേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സിനിമ ആരും മിസ് ചെയ്യരുത്. നല്ലൊരു സിനിമയാണ്. എന്തായാലും വിസ്മയുടെ നല്ലൊരു വിസ്മയ തുടക്കമാണ്. ഇനി ആ കുട്ടിക്ക് സിനിമയിൽ നല്ല റോളുകളൊക്കെ കിട്ടട്ടെ, അഭിനയിക്കാൻ പറ്റട്ടെ, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. മോഹൻലാലിൻ്റെ മോനാണെങ്കിലും ഇപ്പോൾ മോളാണെങ്കിലും തുടക്കത്തിലെ സിനിമ ഗംഭീരമാണ്. എന്തായാലും അവരുടെ രണ്ടുപേരും തുടക്കം ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ആരും മിസ് ചെയ്യരുത് തുടക്കം.